ഏത് നേരത്തെ ഭക്ഷണത്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ഇത് അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറായിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, പൊറോട്ട ആയിക്കോട്ടെ, അപ്പം ആയിക്കോട്ടെ, ഒക്കത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിടാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചതച്ചതും പിന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 അല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളമാണ് പുളി വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീനിൻ്റെ ഇതുപോലുള്ള കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഗ്രേവിയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്ന് വരരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് തിളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ടും ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മീനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതൊന്ന് കുറുകി വരണം കേട്ടോ. ഈ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് ഈ ഒരു മീനിൽ ഇങ്ങനെ മസാല പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരണം കേട്ടോ. അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ഡ്രൈ ആയിട്ടുമല്ല എന്നാൽ ഒരുപാട് വെള്ളം പോലെയല്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഈ ഒരു ഗ്രേവി മാത്രം മതി കേട്ടോ ചോറിന് കുഴച്ച് തിന്നാൻ. ഇനി വേറെ കറികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്